വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അത് സമ്പൂർണ്ണമായി നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ ഗതിവിഗതികൾ വരെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്. കാരണം ട്രംപിന് ഇതിൽ നിന്നും തലയുരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു സെക്കൻഡിൽ 10 ലക്ഷം രൂപയാണ് ഇവർ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കുന്നത്. അത് ഗൾഫ് നാടുകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ ഇവർ ഒരുങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. ട്രംപ് ഇന്നലെ ഒരു വലിയ പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇറാൻ ഇനിയും കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ അടിക്കും, ഇറാനെ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളയും, ഇറാനെ ശിലായുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്നൊക്കെയാണ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരയുദ്ധത്തിനായിട്ട് അമേരിക്ക ഇന്നിറങ്ങും നാളെ ഇറങ്ങും എന്ന് പറയുന്നതല്ലാതെ അമേരിക്ക ഇറങ്ങുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ അമേരിക്ക ഡിഗോ ഗാർഷ്യയിൽ ബോംബറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടപ്പോൾ അമേരിക്ക വിചാരിച്ചത് ഇറാനെ പെട്ടെന്ന് തീർത്ത് കളയാം എന്നുള്ളതാണ്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാണ് അമേരിക്കയ്ക്ക് മനസ്സിലായത് ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. ഇറാഖിനെ ഒന്നും തകർത്തതുപോലെ ഇവരെ തകർക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് മനസ്സിലായി. പോരാത്തതിന് പാകിസ്ഥാനും ഇന്ത്യയും റഷ്യയും ചൈനയും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും അമേരിക്ക വെറുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ ഒരു സാധാരണ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യത്തെ തകർക്കാൻ അമേരിക്ക ആ രാജ്യത്തെ ശത്രു രാജ്യത്തിനെ പരിപോഷിപ്പിച്ച് ആ ശത്രു രാജ്യത്തിനെ കൊണ്ട് ആ രാജ്യത്തെ അടുപ്പിച്ച് അവിടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവന്ന്, അങ്ങനെയാണ് അമേരിക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോ അമേരിക്ക കയറി പിടിച്ചിരിക്കുന്നത്, ട്രംപ് കയറി പിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ, അതായത് ഇനിയിപ്പോ ഒന്നും നടന്നില്ല, ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനായിട്ടുള്ളൂ. അതായത് എന്തെങ്കിലും യുദ്ധത്തിൽ ജയിച്ചു എന്ന് പറയണ്ടേ. അതുകൊണ്ട് ഈ യുറേനിയം, ഇവരുടെ കയ്യിൽ 10 ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള യുറേനിയം ഉണ്ട് എന്നാണ് കൃത്യമായിട്ട് അമേരിക്ക പറയുന്നത്. ഇറാന്റെ ആണവ ശേഖരം പിടിച്ചെടുക്കണം, അതിന് ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കണം എന്നുള്ളതാണ്, സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലവിലത്തെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയ ഇറാന്റെ വജ്രായുധം ഇരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഇവരെല്ലാം സൂചിപ്പിക്കുന്നത്. കാരണം ഇറാന്റെ കയ്യിൽ നിലവിൽ 440.9 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. ഈ അളവ് ആയുധ ഗ്രേഡ് പരിശുദ്ധിക്ക് അടുത്താണ്. കൂടാതെ 10 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇത് പ്രാപ്തമാക്കുമെന്ന് IAEA മേധാവി റഫേൽ ഗ്രോസി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തെ അയക്കരുത് ദയവ് ചെയ്ത്, ഈ യുറേനിയം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കില്ല, ഇറാന്റെ യുറേനിയം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കില്ല. പോരാത്തതിന് ഇറാൻ ഈ യുറേനിയം എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ, ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് ഇയാൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ അമേരിക്കയുടെ സൈനികരെ ഈ യുറേനിയം കണ്ടുപിടിക്കാനായിട്ട് അയച്ചാൽ ഇറാന് വേണമെങ്കിൽ ഈ യുറേനിയത്തിന്റെ സുരക്ഷ അപകട ഭീഷണി ഉണ്ടാക്കാൻ സാധിക്കും. യുറേനിയം ലഭിക്കുന്നത് ഗുരുതരമായിട്ടുള്ള സാങ്കേതിക വെല്ലുവിളികൾ അമേരിക്കയ്ക്ക് തന്നെ ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡ് വാതകമടങ്ങിയ ഉറപ്പുള്ള കാനിസ്റ്ററുകളിലാണ് ഈ വസ്തു സൂക്ഷിക്കുന്നത്. ഇത് കേടുവന്നാൽ വളരെ വിഷാംശമുള്ള ഫ്ലൂറിൻ വാതകം പുറത്തു വരും. ഏതെങ്കിലും കേടുപാടുകൾ സൈനിക ഉദ്യോഗസ്ഥരെ രാസവികിരണ എക്സ്പോഷറിന് വിധേയരാക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അമേരിക്കൻ സൈനികരെ ഇറാനിൽ യുറേനിയത്തിന്റെ പിറകെ അയക്കരുത്, അവർ സമ്പൂർണ്ണമായിട്ട് നശിച്ചു പോകും, അല്ലെങ്കിൽ ഇറാൻ ഇങ്ങനെ ഒരു നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ഇത് വലിയ നാണക്കേടുണ്ടാക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അമേരിക്ക ആ ഒരു പ്രക്രിയക്ക് പിന്നിൽ ഇപ്പോഴും ട്രംപ് പറയുന്നുണ്ട്, ഇല്ല അതൊന്നും സാരമില്ല, ഞാൻ യുറേനിയം പിടിച്ചെടുത്തിട്ടേ അടങ്ങുമെന്ന് ട്രംപ് പറയുകയാണ്. അപ്പോൾ ഇനി ട്രംപിന്റെ നീക്കം യുറേനിയം പിടിച്ചെടുക്കാനാണ്. ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളത്. ഇറാൻ ഇത്രയും വലിയൊരു ടെറൈനാണ്, ഇവിടെ യുറേനിയം എവിടെ ഇരിക്കുന്നതെന്ന് പോലും അമേരിക്കയ്ക്ക് അറിയാമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ആ കടുങ്കൈ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക നാണം കെടും. എന്തായിരിക്കും ഇതിന്റെ അടുത്ത ഒരു പ്രൊസീജിയർ? ധനുഷ് പറഞ്ഞത് തന്നെ സംഭവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നതും ഇത്തരത്തിലുള്ള വാർത്തയായിരുന്നു. ഖാർഗെ പിടിച്ചെടുക്കാനാണല്ലോ ഇപ്പൊ ട്രംപ് ഒരുങ്ങുന്നത്. ഖാർഗെ അമേരിക്കയ്ക്ക് ഇറാൻ എടുക്കുന്ന ട്രാപ്പാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു ചതിക്കുഴി തന്നെ ആയിരിക്കും അമേരിക്കയെ സംബന്ധിച്ച്. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എന്ന് പറയുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ധനുഷ് ഇപ്പോൾ വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത് ധനുഷ് അവിടെ മാത്രമല്ല പ്രശ്നം, ഈ അമേരിക്കൻ സൈനികർക്ക് മാത്രമല്ല പ്രശ്നം. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് ഏറ്റെടുക്കുമെന്നൊരു ഘട്ടം വന്നാൽ ഇസ്രയേല് ഒരു 2-3 മാസത്തിന് മുമ്പ് ഇസ്രയേൽ പറഞ്ഞത് ഇറാൻ ആണവ പോർമുനകൾ ഉണ്ടാക്കുന്നതിന് തൊട്ടടുത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം, റഷ്യയുമായിട്ടും ഉത്തര കൊറിയയുമായും നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ വേറൊരു വാർത്തയോടെ മുമ്പ് വന്നിരുന്നു, ഉത്തര കൊറിയയിലേക്ക് മാറ്റിയിട്ടുണ്ടാകാം ഈ സമ്പുഷ്ട യുറേനിയം എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ പക്കൽ ഈ ആണവ പോർമുനകളുള്ള മിസൈലുകളോ ബോംബുകളോ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ അവസാന ലാപ്പിലേക്ക് ഇത് എത്തുമ്പോൾ ഒരുപക്ഷെ അവർ നിക്കക്കള്ളിയില്ലാതെ ഇതൊരെണ്ണം പൊട്ടിക്കാനും മതി.
അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഇറാനിൽ മാത്രമോ അമേരിക്കയിൽ മാത്രമോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളിലും വരുന്ന ലേഖനം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ധൃതി പിടിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഈ ഹോർമുസ് വഴി എണ്ണ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾ ഇറാനെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, അവരുടെ ആയുധബലമൊക്കെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് അവിടെ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമൊന്നുമല്ല എന്ന് പറയും. ഇതിനിടയിൽ ഇപ്പോൾ വലിയൊരു വാർത്ത കൂടി വരുന്നുണ്ട്, അതാണ് ഇതിലും വലിയ ഇമ്പോർട്ടന്റ്. ഇറാനിൽ അവരുടെ IRGC-യുടെ അതായത് അവരുടെ സൈനിക മേധാവികളുടെ രണ്ടാം നിര നേതാക്കന്മാര് ഈ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവരാണ് ഇപ്പോൾ ഈ യുദ്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നത്. മുമ്പ് ഖമേനിയും ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ പെഷസ്കിയാനൊക്കെ വെറും ഒരു പാവ പോലെ നിർത്തിക്കൊണ്ട് ഈ ഒരു വിഭാഗമാണ് വരുന്നത്. ഇവിടെയാണ് ട്രംപിന് ഇത് തലവേദന സൃഷ്ടിക്കുന്നത്. കാരണം ഈ ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ഭരണപരമായ പരിചയമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റുള്ളൂ. നയതന്ത്ര ബന്ധങ്ങളും മറ്റു പെഷസ്കിയാനെ പോലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചർച്ച നടത്താൻ പറ്റും. അതിലൊരു ഇപ്പോൾ താലിബാനെ കണക്കുള്ള മുൻപുള്ള താലിബാൻ, ഇപ്പോഴുള്ള താലിബാനല്ല, ഇപ്പൊ അവർ പഠിച്ചു വരുന്നുണ്ട് കാര്യങ്ങൾ. മുൻപുള്ള താലിബാനെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ചർച്ച നടത്തുക അസാധ്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സൈനിക നേതൃത്വവുമായിട്ട് പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സൈനിക നേതൃത്വവുമായി ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അസംഭവമായ കാര്യമാണ്. അത് ചർച്ചയ്ക്ക് സാധ്യതയില്ല. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഒരു സൈനിക മേധാവി പറയുന്നതായിരിക്കില്ല മറ്റൊരു സൈനിക മേധാവി പറയുന്നത്, അത് പറ്റില്ല. അതുകൊണ്ടാണ് അവര് നിരന്തരം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. വരൂ, ഞങ്ങളെ എന്തെങ്കിലും ചെയ്യൂ, തകർക്കൂ എന്നൊക്കെ അവർ നിരന്തരം വെല്ലുവിളിക്കുന്നതിന് കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മാരകമായ ആയുധമുണ്ട് എങ്കിൽ നമ്മൾ അതിന്റെ ബലത്തിലായിരിക്കും കളിക്കുന്നത്. ഇവിടെയാണ് അത് സംഭവിക്കുന്നത്. ആ ഒരു വലിയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ധനുഷ് പറഞ്ഞത് ശരിയാണ്, എങ്ങനെയെങ്കിലും തല ഉരുക എന്നുള്ളതാണ്. എന്ത് നേടിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നേടി. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രസംഗമായിരുന്നു ഏപ്രിൽ 1-ന്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ ഭരണമാറ്റം ഉണ്ടാക്കണം. ആദ്യം പറഞ്ഞത് എന്താണ്, ഭരണമാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഭരണമാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. പകരം ഞങ്ങൾ അവരുടെ സൈന്യം ഇനി അവർ ഒരിക്കലും പൊങ്ങില്ല, ഇനി അഥവാ പൊങ്ങിയാൽ ഞങ്ങൾ അവരെ ശിലായുഗത്തിന്റെ കാലഘട്ടത്തിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ചിലപ്പോൾ 2-3 വർഷം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രയേലിന് അവരുടെ ഈ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം വികസിപ്പിക്കാൻ വേണ്ട സമയമാണ് ഈ കൊടുക്കുന്നത് മുഴുവൻ. കാരണം ഹിസ്ബുള്ളെ തീർത്തുകൊണ്ട് മാത്രമേ ലെബനന്റെ തെക്ക് പ്രദേശം പിടിച്ചെടുക്കാൻ കഴിയൂ. ഇസ്രയേലിലേക്ക് കുടിയേറി 60,000-ഓളം വരുന്ന ജൂതന്മാരുണ്ട്. ഈ പലായനം ചെയ്തവരാണ് ലെബനന്റെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ. അവരെ അവിടെ കുടിയിരുത്തേണ്ടതായ ആവശ്യമുണ്ട്. ഇതിനൊക്കെ അവർക്ക് വേണ്ട ഒരു ഷോർട്ട് ടൈം വേണം. ആ സമയത്ത് ഇറാനെ കണക്ക് ഇവരുടെ ഗോഡ് ഫാദർ ആണല്ലോ ഹിസ്ബുള്ളയുടെ ഹൂത്തികളുടെ ഒക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആരായിരുന്നു? ഇറാനായിരുന്നു. അപ്പൊ ഇറാനെ ഒരു കുടുക്കിൽപ്പെടുത്തി കിടക്കുക, അതായത് ഇവർക്ക് ഈ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ഒന്നും സഹായം കിട്ടാത്ത രീതിയിൽ അവരെ കുടുക്കിൽപ്പെടുത്തി നിർത്തുക, അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ലെബനന്റെ ഈ പ്രദേശമാക്കുക. അത് ഏകദേശമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ ഒരു പ്രദേശത്തിൽ നമ്മൾ ഇന്നലേക്ക് അത് വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആത്യന്തികമായ ലക്ഷ്യം എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.